ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കാർഷിക രംഗം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും തൊഴിൽ നൽകുന്നതിലും മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തിന് സംഭാവന നൽകുന്നതിലും കാർഷിക രംഗം നിർണായക പങ്ക് വഹിക്കുന്നു. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ ഉപജീവന മാർഗത്തെ പിന്തുണയ്ക്കുകയും ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടനയ്ക്ക് അത് നിർണായകമായി തുടരുകയും ചെയ്യുന്നു. അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് വിവിധ സംരംഭങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ഇത്തരത്തിൽ കാർഷിക മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യത്തിലെ നാഴികക്കല്ലായാണ് കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. കാർഷിക ഉൽപാദനക്ഷമതയും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. രാജ്യവ്യാപകമായി കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് നടപ്പാക്കി വരുന്നത്. കർഷകർ, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, FPOകൾ, കാർഷിക സംരംഭകർ തുടങ്ങിയവർക്ക് വലിയ പിന്തുണയാണ് പദ്ധതി വഴി ലഭിക്കുന്നത്. ഉയർന്ന വിലയ്ക്കുള്ള സംഭരണവും വിൽപ്പനയും, കുറഞ്ഞ നിരക്കിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ പാഴാക്കൽ, മികച്ച സംസ്കരണവും മൂല്യവർദ്ധനവും പദ്ധതി വഴി സാധ്യമാകുന്നു. ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് പദ്ധതി ഇന്ത്യയുടെ കാർഷിക ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് രാജ്യത്തെ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും സാമ്പത്തിക ഉത്തേജനം നൽകുകയും ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. വെയർഹൌസിംഗ്, കോൾഡ് ചെയിൻ, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ വിളവെടുപ്പാനന്തര മേഖലയിൽ നിക്ഷേപിക്കാൻ ഇന്ത്യക്ക് വലിയ അവസരമുണ്ട്. ജൈവ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ പോലുള്ള മേഖലകളിൽ ആഗോള സാന്നിധ്യം കെട്ടിപ്പടുക്കാനും ഇന്ത്യക്ക് സാധ്യതകളേറെയാണ്. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ആനുകൂല്യങ്ങൾ നേടുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും ഈ പദ്ധതി നല്ല അവസരം നൽകുന്നുണ്ടെന്നും അതുവഴി രാജ്യത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള കർഷകരിലേക്ക് എത്തിച്ചേരുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मैं सभी देशवासियों को विशेष तौर पर मेरे किसान भाइयों बहनों को हल छठ की और दाऊद जन्मोत्सव की बहुत बहुत शुभकामनाएं देता हूं. इस बेहतर पावन अवसर पर देश में कृषि से जुड़ी सुविधाएं तैयार करने के लिए 1 लाख करोड़ रुपए का विशेष फंड लॉन्च किया गया है. आज के पवित्र दिन पर लॉन्च किया गया है. इससे गांवों में बेहतर भंडारण, आधुनिक कोल्ड स्टोरेज की चेन तैयार करने में मदद मिलेगी और गांव में रोजगार के अनेक अवसर तैयार होंगे. इसके साथ साथ 8.5 करोड़ किसान परिवारों के खाते में पलक झपकते आपने देखा होगा, स्विच ऑन किया और PM किसान सम्मान निधि के 17,000 करोड़ रुपए सीधे 8.5 करोड़ किसानों के खाते में जमा हो गए. 2025-26 സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം കോടി രൂപയാണ് പദ്ധതിക്ക് കീഴിൽ വിനിയോഗിക്കുക. 2024 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 47,575 കോടി രൂപയാണ് പദ്ധതിക്ക് കീഴിൽ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 2,520 കോടി രൂപ കേരളത്തിന് മാത്രമായി അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 1,200 കോടി രൂപ മാത്രമാണ് ഇതുവരെ കേരളത്തിൽ ചിലവഴിച്ചിട്ടുള്ളതെന്ന് കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് സോണൽ കോർഡിനേറ്ററായിട്ടുള്ള ഷിഫിന ഷാനവാസ് പറയുന്നു. ബാക്കിയുള്ള 1,320 കോടി രൂപ വിതരണം ചെയ്യാനുള്ള സമയപരിധി 2026 മാർച്ച് വരെയാണ്. കാർഷിക വിളകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പദ്ധതി പിന്തുണ നൽകുന്നത്. ആദ്യം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്
1 ലക്ഷം കോടിയാണ് ഇന്ത്യയിലേക്ക് മുഴുവനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 2520 കോടി കേരളത്തിനായിട്ട്. അതിൽ ഇതുവരെ 1200 കോടിയാണ് വിറ്റുപോയിട്ടുള്ളത്. ബാക്കി ഇനി 1320 കോടിയും കൂടെ ഡിസ്ബേഴ്സ്ഡ് ആകാനുണ്ട്. 2026 മാർച്ച് വരെയാണ് ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ക്രോപ്സിൻ്റെ പ്രോസസ്സിങ്, പ്രൈമറി പ്രോസസ്സിങ്, സെക്കൻഡറി പ്രോസസ്സിങ്, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വെയർ ഹൗസോ സൈലോസോ ട്രാക്ടേഴ്സോ ലോജിസ്റ്റിക് വെഹിക്കിൾസ്, കൂൺ കൃഷി, ഹൈഡ്രോപോണിക്സ് ഫാമിംഗ്, അങ്ങനത്തെ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും മെഷീനറീസും ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗുണഭോക്താക്കൾക്ക് 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 3% പലിശ സബ്വെൻഷൻ ലഭിക്കും. പരമാവധി തിരിച്ചടവ് കാലാവധി 7 വർഷമാണ്. കൂടാതെ ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫീസുകളുടെ റീഇംബേഴ്സ്മെന്റും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് പ്രകാരം അനുവദിച്ച അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കാർഷിക മേഖലയിൽ 8.19 ലക്ഷത്തിലധികം ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മോദി സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്നാൽ കൃത്യമായി ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം കായംകുളം KVKയിൽ ശില്പശാല സംഘടിപ്പിച്ചത്. പദ്ധതികൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നിടത്തോളം കർഷകർ മുന്നോട്ട് വരണമെന്ന് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാൻ കേന്ദ്രം മേധാവി ഡോക്ടർ P. മുരളീധരൻ പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഗവൺമെൻറ് ധാരാളം ഫണ്ട് ചെലവാക്കുകയും അതുപോലെ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടികൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അതായത് കാർഷിക ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നിധി എന്ന രീതിയിൽ ധാരാളം ഫണ്ട് സ്റ്റേറ്റുകൾക്കുള്ള അലോക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ വേണ്ട രീതിയിൽ അത് അത്ര ഉപയോഗപ്പെടുത്തിയോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. അപ്പോൾ അതിന് വ്യാപകമായ ഒരു പ്രചരണം കൊടുക്കുകയും അതുകൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സംരംഭങ്ങൾ കാർഷിക രംഗത്ത് പ്രൈമറി പ്രോസസ്സിംഗ് ആണെങ്കിലും സെക്കൻഡറി പ്രോസസ്സിംഗ് ആണെങ്കിലും ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇന്ന് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സിൻ്റെ, കാരണം ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കാർഷിക സംരംഭങ്ങളിലേക്കുള്ള ഒരു ചുവട് വെപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി അവർക്ക് എങ്ങനെയൊക്കെ നമ്മുടെ കാർഷിക രംഗത്തേക്ക് പുതിയ പദ്ധതികളിൽ ഏർപ്പെടാൻ പറ്റും, അത് കൊണ്ടുവരാൻ പറ്റും, അതെങ്ങനെ അവർക്ക് ലഭ്യമാകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ PMFME, PMEGY, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നാപ്കോൺസിൻ്റെ ആൾക്കാരും അതുപോലെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരും പിന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സിനെ അവരെ പരിചയപ്പെടുത്തുക വഴി അവർക്ക് അതിനകത്തൊരു മോട്ടിവേഷൻ, അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാനുള്ള പരിപാടികളാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ഗവൺമെൻറ് ഓഫ് നമ്മുടെ ഭാരത സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെ പരിചയപ്പെടുത്തുകയും അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ വളരെ സ്തുത്യർഹമായ പദ്ധതിയാണ് കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട്. എന്നാൽ പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിൽ കേരളത്തിലെ കർഷകരെ ഇനിയും ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നാണ് കേരളത്തിന് അനുവദിച്ച തുക ഇപ്പോഴും മിച്ചമായി കിടക്കുന്നത് സൂചിപ്പിക്കുന്നതെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നേതാവ് വർഗീസ് കണ്ണമ്പിള്ളി പറയുന്നു. പ്രയോജനപ്പെടുത്തിയാൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ്. കാരണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ലോകത്ത് കാർഷിക ഉൽപ്പാദനത്തിൽ നമുക്ക് 2ാം സ്ഥാനമുണ്ട്. പക്ഷേ ഭക്ഷണത്തിന് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വേസ്റ്റേജ് മറ്റേത് രാജ്യത്തേക്കാളും കൂടുതലാണ് നമുക്ക്. അതുപോലെ കയറ്റുമതിയിൽ നമ്മുടെ സ്ഥാനം വളരെ 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 പിന്നിലാണ്. ഏതാണ്ട് അന്തർദേശീയ വിപണിയിൽ നമ്മുടെ സാന്നിധ്യം 1% താഴെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹൈടെക് കൃഷികളും കൃഷി രീതികൾ അവലംബിക്കുക, അതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങിനുള്ള നല്ല നടപടികൾ സ്വീകരിക്കുക, അതുപോലെ കയറ്റുമതിക്കുള്ള ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കുക. ഇതിന് ഒരു ആഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുകയില്ല. നമ്മുടെ കർഷകരെ നല്ല സംരംഭകരാക്കാനുള്ള വളരെ വിപുലമായ ട്രെയിനിങ് പരിപാടികൾ ആവശ്യമാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇപ്പം ഈ കാര്യത്തിൽ ഒരു ചെറിയ മുൻകൈ എടുക്കുകയാണ്. അടുത്ത ഒരു വർഷം 1000 സംരംഭകരെയെങ്കിലും ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കാർഷിക രംഗത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിരന്തരമായ പിന്തുണയുടെ ഉദാഹരണമാണ് കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട്. രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ഉൽപാദനം
സമീപകാലത്ത് വർദ്ധിച്ചത് ഇത്തരം ഇടപെടൽ മൂലമാണ്. 2004-5 കാലഘട്ടത്തിൽ മൊത്തം ഭക്ഷ്യധാന്യ ഉൽപാദനം 204.6 ദശലക്ഷം ടണ്ണായിരുന്നു. ഇത് 2014-15 252 ദശലക്ഷം ടണ്ണായും 2023-24 332.3 ദശലക്ഷം ടണ്ണായും വർദ്ധിച്ചു. 2004-5 കാലഘട്ടത്തിൽ ഭക്ഷ്യധാന്യ വിളകളുടെ ആകെ വിസ്തീർണം 120.2 ദശലക്ഷം ഹെക്ടർ ആയിരുന്നു. ഇത് 2014-15 124.3 ദശലക്ഷം ഹെക്ടറായി വർദ്ധിച്ചു. 2023-24 132.1 ദശലക്ഷം ഹെക്ടറിലെത്തി. 2014-15 മുതൽ 2023-24 വരെയുള്ള ദശകത്തിൽ 6,900 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരണം ശ്രദ്ധേയമായി നടന്നു. അതുപോലെ കൃത്യമായ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഫലമായി ഗോതമ്പ് സംഭരണത്തിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. 2004-5 2140 ലക്ഷം മെട്രിക് ടണ്ണായിരുന്ന സംഭരണം 2014-23 3072 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിച്ചു. കൂടാതെ ഖാരിഫ്, റാബി, മറ്റു വാണിജ്യ വിളകൾ എന്നിവയുടെ MSP സർക്കാർ വർദ്ധിപ്പിച്ചു. രാജ്യത്തെ കാർഷിക മേഖല വികസിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുകയാണ്. ഭക്ഷ്യധാന്യോൽപാദനത്തിൽ ഗണ്യമായ പുരോഗതി, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ, മെച്ചപ്പെട്ട വായ്പാ സൗകര്യങ്ങൾ, വിള ഇൻഷുറൻസ് എന്നിവ യാഥാർത്ഥ്യമായത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക രംഗത്തെ കൃത്യമായ ഇടപെടൽ മൂലമാണ്. കാർഷികാടിസ്ഥാന സൗകര്യ ഫണ്ട് ഇതിൽ ഒരു ഘടകമാണ്. ഇതിലൂടെ കാർഷിക ഉൽപാദനത്തിലും കയറ്റുമതിയിലും ആഗോള നേതാവെന്ന സ്ഥാനം ഉറപ്പിക്കുകയാണ് ഇന്ത്യ.